ആപ്പിളിൻ്റെ ഐഫോൺ 16 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം 16 സീരീസിൽ 4 ഫോണുകൾ വരുന്നതായിരിക്കും. 16, 16 പ്ലസ്, 16 പ്രോ, അതുപോലെ തന്നെ 16 പ്രോ മാക്സും. ഇപ്പം ഈ ഫോണുകളുടെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിൾ ഐഫോൺ 16 സീരീസിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ ആപ്പിൾ ഐഫോൺ 16 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 16 പ്ലസ്സിൽ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വന്നേക്കാം. 16 പ്രോയിൽ 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും 16 പ്രോ മാക്സിൽ 6.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ OLED പാനലും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇതിൽ 16ലും 16 പ്ലസ്സിലും കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും വരിക. ഇപ്പം 16നും 16 പ്ലസ് ഒക്കെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളാണ്. അപ്പം അതിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഇക്കൊല്ലം വരാൻ ചാൻസ് ഇല്ല. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. പിന്നെ പ്രോയിലും പ്രോ മാക്സിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 15 സീരീസിൽ ഇതുപോലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഫോണിൻ്റെ ഫ്രണ്ടിൽ വരിക. അതായത് ഡ്യുവൽ പഞ്ചോൾ, ആ ഒരു ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ പഴയ 15 സീരീസിലെ ഇതുപോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ ഒരു ഫോണിൽ വരിക. പിന്നെ ഫേസ് ഐഡിയുടെ സപ്പോർട്ടായിരിക്കും 3 ഫോണുകളിലും വരിക. ഇതിൽ 16ലും 16 പ്ലസ്സിലും അലൂമിനിയം ബോഡി ആയിരിക്കും വരിക. എന്നാൽ പ്രോ സീരീസിൽ ടൈറ്റാനിയം ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 16ലും 16 പ്ലസ്സിലും ആപ്പിളിൻ്റെ A18 ബയോണിക് ചിപ്പ് വരുന്നതായിരിക്കും. പ്രോ വെർഷൻസിൽ A18 പ്രോ ബയോണിക് ചിപ്പ് ആയിരിക്കും വരിക. അപ്പം മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണുകളിൽ വരുന്നതായിരിക്കും. പിന്നെ 4 ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 4 ഫോണുകളിലും 8 GB റാം അല്ലെങ്കിൽ 12 GB റാം ഒക്കെ വന്നേക്കാം. ഇപ്പം മിനിമം 8 GB റാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം മുമ്പ് 8 GB റാം ഇല്ലാത്തതുകൊണ്ട് ആപ്പിൾ ഇൻ്റലിജൻസ് ഐഫോൺ 15 സീരീസിലോട്ട് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ മിനിമം ഒരു 8 GB റാം ഈ ഫോണുകളിൽ വന്നേക്കാം. ചിലപ്പം പ്രോ വെർഷൻസിൽ 12 GB റാമും ഉണ്ടായേക്കാം. പിന്നെ 16ലും 16 പ്ലസ്സിലും 128 GB ഇൻറ്റേർണൽ വെർഷനും 256 GB ഇൻറ്റേർണൽ വെർഷനും അതുപോലെ തന്നെ 512 GB ഇൻറ്റേർണൽ വെർഷനും വരുന്നതായിരിക്കും. പ്രോ വെർഷൻസിൽ 256 GB ഇൻറ്റേർണൽ ആയിരിക്കും ബേസ് വേരിയന്റിൽ വരിക. 512 GB ഇൻറ്റേർണൽ വെർഷനും 1 TB ഇൻറ്റേർണൽ വെർഷനും വരുന്നതായിരിക്കും. ഇതിൽ 16ലും 16 പ്ലസ്സിലും വൈഫൈ 6യുടെ സപ്പോർട്ടായിരിക്കും വരിക. എന്നാൽ പ്രോ വെർഷൻസിൽ വൈഫൈ 7ൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണുകളിൽ വരുന്നതായിരിക്കും. പിന്നെ 4 ഫോണുകളിലും iOSൻ്റെ സോഫ്റ്റ്വെയർ ആയിരിക്കും വരിക. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ള ഫീച്ചർ ഈ ഫോണുകളിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ കൊല്ലത്തെ ഐഫോൺ സീരീസിലോട്ട് വരും. ഇപ്പം പറഞ്ഞിട്ടുള്ള ആപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ള ഫീച്ചർ ഐഫോൺ 15 പ്രോയിലും പ്രോ മാക്സിലൊക്കെ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ 15ലും 15 പ്ലസ്സിലും ഈ ഒരു ഫീച്ചർ ലഭിക്കില്ല. എന്നാൽ 16ലോട്ട് വരുമ്പോൾ ആ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ള ഫീച്ചർ ലഭിക്കുന്നതായിരിക്കും. അപ്പം 16നും 16 പ്ലസും അതുപോലെ തന്നെ 15നും 15 പ്ലസും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു വലിയൊരു ഡിഫറൻസ് വരിക ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലായിരിക്കും. അപ്പം 15 പ്ലസ് ഒക്കെ ഒഴിവാക്കിയിട്ട് 16നും 16 പ്ലസും എടുക്കാനുള്ള ഒരു കാരണം ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 16നും 16 പ്ലസ്സിലും ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. പ്രോ വെർഷൻസിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും വരുന്നതായിരിക്കും. പിന്നെ 16ലും 16 പ്ലസ്സിലൊക്കെ ക്യാമറ അലൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടാവുന്നതായിരിക്കും. ഇപ്പം പഴയ വെർഷൻ പോലെയല്ല, വെർട്ടിക്കലായിട്ടുള്ള ഒരു അലൈൻമെൻ്റ് ആയിരിക്കും ഇതിൽ വരിക. ഇപ്പം 16ലും 16 പ്ലസ്സിലും 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. പിന്നെ 12 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. മെയിൻ ക്യാമറ സെൻസറിൽ OSൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പ്രോ വെർഷൻസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും 48 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് 48 മെഗാ പിക്സൽ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ 12 മെഗാ പിക്സലിൻ്റെ f2.8 അപ്പേഴ്സിൽ വരുന്ന ഒരു പെരിസ്കോപ്പ് ലെൻസ് വരുന്നതായിരിക്കും. ഇതിൽ 5x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ ഈ 4 ഫോണുകളിലും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 16ൽ 3561 mAhൻ്റെ ബാറ്ററിയും 16 പ്ലസ്സിൽ 4006 mAhൻ്റെ ബാറ്ററിയും 16 പ്രോയിൽ 3355 mAhൻ്റെ ബാറ്ററിയും അതുപോലെ തന്നെ പ്രോ മാക്സിൽ 4676 mAhൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇതിൽ പ്രോ വെർഷൻസിൽ 40 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും അതുപോലെ തന്നെ 20 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ചിലപ്പം 16ലും 16 പ്ലസ്സിലും 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് തന്നെയായിരിക്കും വരിക. വയർലെസ് ചാർജിങ് സപ്പോർട്ടും വന്നേക്കാം. പിന്നെ 4 ഫോണുകളിലും ടൈപ്പ് സി ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിലും ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലെ പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ 16ൻ്റെ വില $799 ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 67,100 രൂപ പ്രൈസ് റേഞ്ചിൽ.
16 പ്ലസിന്റെ വില $899 ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 75,500 രൂപ പ്രൈസ് റേഞ്ചിൽ. 16 പ്രോയുടെ വില $1099 ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 92,300 രൂപ പ്രൈസ് റേഞ്ചിൽ. പ്രോ മാക്സിന്റെ വില $1,199 ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 1,700,000 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു പ്രൈസിങ് വരാൻ ചാൻസ് ഇല്ല. ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിലും കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവൺ 15 സീരീസ് തന്നെ ഇതിലും കൂടിയൊരു പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 15 എന്നുള്ള സ്മാർട്ട് ഫോൺ 80,000 രൂപ പ്രൈസ് റേഞ്ചിലും 15 പ്ലസ് 90,000 രൂപ പ്രൈസ് റേഞ്ചിലും അതുപോലെ തന്നെ 15 പ്രോ 1,35,000 രൂപ പ്രൈസ് റേഞ്ചിലും പ്രോ മാക്സ് 1,60,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു 16 സീരീസിൽ വരുന്ന ഫോണുകളും ഏകദേശം ഇതിനടുത്ത് വരുന്ന പ്രൈസിങ്ങിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. പൊതുവെ അങ്ങനെയാണ്. ഗ്ലോബൽ മാർക്കറ്റിലുള്ളതിനെക്കാട്ടിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഐഫോൺസിന്റെ വില കൂടാറുണ്ട്. എന്തായാലും കൺഫർമേഷൻസ് ഇല്ല. അപ്പം മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണുകളൊക്കെ വരുന്നതായിരിക്കും. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വില കുറയേണ്ടതാണ്. പക്ഷേ ആപ്പിൾ കുറയ്ക്കുമോ എന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഐഫോൺ 16 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. സെപ്റ്റംബർ 10 ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. കറക്റ്റ് ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. പക്ഷേ ഇങ്ങനെയാണ് റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത്. എന്തായാലും ഐഫോൺ 16 സീരീസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഐഫോൺ 16 സീരീസ് നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.